ഉത്തർപ്രദേശിലെ മധുരയിൽ വമ്പൻ സംഘർഷം. പ്രമുഖ ഗോരക്ഷകനായ സന്യാസിയെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം കലാപസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കൊലപാതക വിവരം പുറത്തു വന്നതിന് പിന്നാലെ രോഷാകുലരായ ഒരു ജനക്കൂട്ടം ഡൽഹി ആഗ്ര ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ മധുരയിലെ കോസികലാൻ മേഖലയിലാണ് നാടകീയമായിട്ടുള്ള ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. പശുക്കടത്തുകാരെ പിന്തുടരുന്നതിനിടയിൽ സം ചന്ദ്രശേഖർ അഥവാ ഫർസ്വാലെ ബാബയെ ട്രക്കിടിച്ച് കൊല്ലപ്പെടുത്തി എന്നാണ് ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന ആരോപണം. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ നൂറുകണക്കിന് ഗോരക്ഷകരും നാട്ടുകാരും തെരുവിലിറങ്ങി. ഹൈവേയിലെ ഉപരോധത്തെ തുടർന്ന് കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. പ്രതിഷേധകർക്കിടയിൽ നിന്ന് പോലും പോലീസിന് നേരെ കല്ലേറുണ്ടായതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഒടുവിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു. വ്രജ് മേഖലയിലെ ഗോരക്ഷാ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമായിരുന്നു ഫർസവാലെ ബാബ. പശുക്കടത്ത് തടയുന്നതിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ മരണം അനുയായികളിൽ വലിയ ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ തന്നെ തന്റെ ബൈക്കിൽ പശുക്കടത്തുകാരെ പിന്തുടരുകയായിരുന്നു ബാബ. ഈ പശുക്കടത്തുകാരെന്ന് പറഞ്ഞാൽ പശു കടത്തിക്കൊണ്ടു പോകുന്നവർ. അപ്പോഴാണ് അവർ വാഹനം ബാബയുടെ ബൈക്കിലേക്ക് കരുതിക്കൂട്ടി ഇടിച്ചു കയറ്റിയത് എന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിൽ ഒളിവിൽ പോയ മറ്റു 3 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്നാൽ സംഭവത്തിൽ പോലീസിന്റെ വിശദീകരണം മറ്റൊന്നാണ്. ആഗ്ര റേഞ്ച് DIG ശൈലേഷ് കുമാർ പാണ്ഡെ നൽകുന്ന വിവരമനുസരിച്ച് കനത്ത മൂടൽമഞ്ഞുള്ള സമയത്ത് ഫർസ ബാബയും സംഘവും ഒരു ട്രക്ക് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ നിന്നും വന്ന മറ്റൊരു ട്രക്ക് നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് ഇടിച്ചാണ് അപകടമുണ്ടായതെന്നും അല്ലാതെ ഇതൊരു ആസൂത്രിത കൊലപാതകമല്ല എന്നുമാണ് പോലീസ് ഭാഷ്യം. മാത്രമല്ല, തടഞ്ഞു നിർത്തിയ ട്രക്കിൽ നിന്നും പശുക്കളെയോ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലുമോ കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. പോലീസിന്റെ ഈ അപകട വിശദീകരണം പ്രതിഷേധക്കാരെ ഒട്ടും തന്നെ ശാന്തരാക്കിയിട്ടില്ല. ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ ഒളിവിൽ പോയ 3 പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പശുക്കടത്തുകാർക്കെതിരെ കർശന നടപടി വേണമെന്നുമൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നത്. കൂടുതൽ സേനയെ വിന്യസിച്ച് ഹൈവേയിലെ ഉപരോധം നീക്കാനും പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള കഠിന ശ്രമത്തിലാണ് ഉത്തർപ്രദേശ് ഭരണകൂടം. ന്യൂസ് ഡെസ്ക് മലയാളം.